ഹായ് മക്കളെ, 3ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആൻ 2023 നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 1. ഷദ്ദുള്ളപ്പോൾ ഉന്നത്ത് ചെയ്യേണ്ട അക്ഷരങ്ങൾ. ഹ, ഹ, മീമ്, നൂന്, റാ, ലാമ്. ആൻസർ മീമ്, നൂന്. ഷദ്ദുള്ളപ്പോൾ ഉന്നത്ത് ചെയ്യേണ്ടത് മീമ്, നൂന്. 2. വ്യക്തമാക്കി ഉച്ചരിക്കൽ എന്നാണ് അർത്ഥം. ഇഖ്ലാബ്, ഇഖ്ഫാ, ഇൽഹാർ. ആൻസർ ഇൽഹാർ. ഇൽഹാറാണ് വ്യക്തമാക്കി ഉച്ചരിക്കൽ. 3. യൗമുൻ അസീർ എന്നതിൽ ഇൽഹാറിൻ്റെ അക്ഷരമേത്? ഐന്, മീമ്, റാ. യൗമുൻ അസീർ എന്നതിൽ യൗമുൻ തൻവീനു ശേഷം ഐന് വന്നതുകൊണ്ട് ഐനാണ് ഇൽഹാറിൻ്റെ അക്ഷരം. 4. തൻവീനു ശേഷം ഹാ വന്നതിന് ഉദാഹരണം. അദാബൻ അലീമ, സമീഅൻ ബസീറ, അലീമൻ ഹക്കീമ. തൻവീനു ശേഷം ഹാ ആണ്, അപ്പോൾ അലീമൻ ഹക്കീമ. ആൻസർ അലീമൻ ഹക്കീമ. 5. സാക്കിനായ നൂനിനെ ഇദ്ഗാമും ബിഉന്ന ചെയ്തതിന് ഉദാഹരണം. അൻ ദീനിഹി, അമ്മില്ലത്തി, അൻ സബീലിഹി. സാക്കിനായ നൂനിനെ ഇദ്ഗാമും ബിഉന്ന. ഇദ്ഗാമും ബിഉന്നയുടെ അക്ഷരം മീമാണ്. അൻമില്ലത്തി രണ്ടാമത്തതാണ് ശരിയായ ഉത്തരം. 6. സാക്കിനായ നൂനിനു ശേഷം ഹാ വന്നതിന് ഉദാഹരണം. ഫമൻ ഖാഫ, വമൻ ജാഅ, മൻ ശാഅ. സാക്കിനായ നൂനിനു ശേഷം ഹാ വന്നതിന് ഉദാഹരണം. ഫമൻ ഖാഫ സാക്കിനായ നൂനുണ്ട്, അതിന് ശേഷം ഹാ ഉണ്ട്. സുക്കൂനുള്ള നൂനിന് ശേഷം ഹാ വന്നു. 7. തൻവീനിനെ ഇൽഹാർ ചെയ്തതിന് ഉദാഹരണം. യൗമൻ യജഅലു, അഫൂറ റഹീമ, ഉസ്വത്തുൻ ഹസനത്തുൻ. അതിൻ്റെ ആൻസർ ഉസ്വത്തുൻ ഹസനത്തുൻ. തൻവീനു ശേഷം ഹാ ഹൽക്കിൻ്റെ ഹർഫുകളായ ഹാ വന്നതുകൊണ്ട് വെളിവാക്കണം, ഇൽഹാർ ചെയ്യണം. 8ാമത്തെ ക്വസ്റ്റ്യൻ. ഖുർആനിൽ ആദ്യം അവതരിച്ച 5 ആയത്തുകൾ സൂറത്തുൽ നാസിലെ, സൂറത്തുൽ അലക്കിലെ, സൂറത്തുൽ ഫാത്തിഹയിലെ. ആദ്യമായി അവതരിച്ച 5 ആയത്തുകൾ സൂറത്തുൽ അലക്കിലെ ആയത്തുകളാണ്. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ. ഖുർആനിൽ ഒരു ഹർഫ് പാരായണം ചെയ്താൽ ലഭിക്കുന്ന ചുരുങ്ങിയ പ്രതിഫലം. 100, 50, 10. എത്ര പ്രതിഫലമാണ്? 10 പ്രതിഫലം ലഭിക്കും. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ. ഖുർആനിൽ സജദയുടെ ആയത്ത് ഓതിയാൽ ദുആ ചെയ്യണം, സുജൂദ് ചെയ്യണം, ബിസ്മി ചൊല്ലണം. സജദയുടെ ആയത്ത് ഓതിയാൽ സുജൂദ് ചെയ്യണം. സജദയുടെ ആയത്ത് ഓതിയാൽ സുജൂദ് ചെയ്യണം. അടുത്തത് ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കാനുള്ളതാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇൽഹാറുൻ നൂനി സാക്കിന. 12 ഇൽഹാറു തൻവീൻ. 13 ഇദ്ഗാമുൻ നൂനി സാക്കിന. 14 ഇദ്ഗാമു തൻവീൻ. 15 ഉന്നത്തുൻ നൂൻ. ആൻസർ തന്നിട്ടുള്ളത് ഫമൻ യഅമൽ സുറുറും മർഫൂഅ മിൻ ഹൈസു ഇന്ന കുന്ന വാസിഉൻ അലീം. ഇനി നമുക്ക് ആൻസർ നോക്കാം. ഇൽഹാറുൻ നൂനി സാക്കിന, സാക്കിനായ നൂനിന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരം. മിൻ ഹൈസു ഇൽഹാറിൻ്റെ 6 അക്ഷരങ്ങളിൽ ഹാ വന്നു. ഇൽഹാറു തൻവീൻ, തൻവീന്. അതിൻ്റെ ആൻസർ വാസിഉൻ അലീം. തൻവീനിനു ശേഷം വാസിഉൻ എന്നുള്ളതിലെ 2 ലമ്മിനു ശേഷമാണ് ഐന് വന്നത്. തൻവീനിനു ശേഷം ഐന് വന്നതുകൊണ്ട് ഇൽഹാറു തൻവീൻ. അടുത്തത് ഇദ്ഗാമുൻ നൂനി സാക്കിന. സാക്കിനായ നൂനിനെ ഇദ്ഗാം ചെയ്യൽ. ഫമൻ യഅമലു നൂനിന് ശേഷം യാ വന്നതുകൊണ്ട് ഇദ്ഗാം ചെയ്യണം.
അടുത്തത് ഇദ്ആമു തൻവീൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഇദ്ആമു തൻവീൻ ഇദ്ആം ചെയ്യാണ്. തൻവീനെ ഇദ്ആം ചെയ്യാനുള്ളത്. സുറുറും മർഫൂഅ. തൻവീനു ശേഷം മീമ് വന്നതുകൊണ്ട് തൻവീനെ ഇദ്ആമു തൻവീൻ്റെ ആൻസർ സുറുറും മർഫൂഅ. അടുത്തത് ഉന്നത്തുൻ നൂൻ. ഉന്നത്തുൻ നൂൻ ഇന്നാ കുന്നാ. നൂനിനെ ഉന്നത്ത് ചെയ്യൽ. ഇന്നാ എന്നുള്ളതിലെ നൂനിനും കുന്നാ എന്നുള്ളതിലെ നൂനിനും ഉന്നത്ത് ചെയ്ത് ഓതണം. ഉന്നത്തുൻ നൂൻ ആൻസർ ഇന്നാ കുന്നാ. പൂരിപ്പിക്കുക. 16ാമത്തെ ക്വസ്റ്റ്യൻ. മൻ ഹമൽന എന്നതിൽ സാക്കിനായ നൂനിനെ ഡേഷ് ചെയ്യണം. മൻ ഹമൽന സാക്കിനായ നൂനിന് ശേഷം ഹൽക്കിൻ്റെ ഹർഫ് ഹ വന്നതുകൊണ്ട് ഇൽഹാർ ചെയ്യണം. 17 മുഹമ്മദുൻ എന്നതിൽ ഡേഷ് ഉന്നത്ത് ചെയ്യണം. മുഹമ്മദുൻ എന്നതിൽ ഏതിനെയാണ് ഉന്നത്ത് ചെയ്യേണ്ടത്? മീമിന്. മീമിന് ഷദ്ദുള്ളത് കൊണ്ട് ഉന്നത്ത് ചെയ്യണം. 18 സലാമുൻ ഹിയ എന്നതിൽ തൻവീനിനെ ഡേഷ് ചെയ്യണം. സലാമുൻ ഹിയ. തൻവീനിന് ശേഷം ഹ ഇൽഹാറിൻ്റെ അക്ഷരം വന്നതുകൊണ്ട് ഇൽഹാർ ചെയ്യണം. മിൻ വറക്കത്തിൻ എന്നതിൽ സാക്കിനായ നൂനിനെ ഡേഷ് ചെയ്യണം. മിൻ വറക്കത്തിൻ എന്നതിൽ സാക്കിനായ നൂനിന് ശേഷം വാവ് വന്നതുകൊണ്ട് ഇദ്ആം ചെയ്യണം. സാക്കിനായ നൂനിന് ശേഷം വാവ് വന്നതുകൊണ്ട് ഇദ്ആം ചെയ്യണം. മസലമ്മ എന്നതിൽ തൻവീനിനെ ഡേഷ് ചെയ്യണം. മസലമ്മ എന്നതിൽ തൻവീനിന് ശേഷം മീമ് വന്നതുകൊണ്ട് ഇദ്ആം ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ. ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 21 മിൻ ഇസ്ലീൻ എന്നതിലുള്ള ഹൽക്കിൻ്റെ ഹർഫ് ഏത്? ഐനാണ് ഹൽക്കിൻ്റെ ഹർഫ്. അടുത്തത് മിൻ ഐരി എന്നതിൽ സാക്കിനായ നൂനിൻ്റെ വിധി എന്ത്? മിൻ ഐരി എന്നതിൽ സാക്കിനായ നൂനിൻ്റെ വിധി എന്ത്? സാക്കിനായ നൂനിന് ശേഷം ഐന് വന്നതുകൊണ്ട് ഇൽഹാർ ചെയ്യണം. അടുത്തത് നെഹലിൻ ഖാവിയ. തൻവീനിനു ശേഷം വന്ന അക്ഷരം ഏത്? ഖാ വന്നതുകൊണ്ട് ആൻസർ ഖാ. അൻ യൽരിബ. തൻവീനിന് ശേഷം വന്ന ഇദ്ആമും ബിഉന്നയുടെ അക്ഷരം ഏത്? അൻ യൽരിബ. തൻവീനിനു ശേഷം വന്ന ഇദ്ആം ബിഉന്നയുടെ അക്ഷരമാണ് ചോദിച്ചിരിക്കുന്നത്. അൻ യൽരിബ എന്നുള്ളതിൽ സാക്കിനായ നൂനിന് ശേഷമാണ് ഇദ്ആമിൻ്റെ അക്ഷരം വന്ന് ഇദ്ആം ബിഉന്നയുടെ അക്ഷരമായ യാ വന്നത്. ആൻസർ യാ. ഖുർആൻ ഖത്മ് ചെയ്താൽ എന്തു ചൊല്ലണം? ഖുർആൻ ഖത്മ് ചെയ്താൽ ദുആ ചെയ്യണം. ദുആ ആണ് ഖുർആൻ ഖത്മിന് ശേഷം ചെയ്യേണ്ടത്. അടുത്തത് ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 26 ഖുർആൻ പാരായണത്തിൻ്റെ 2 അദബുകൾ എഴുതുക. ഖുർആൻ പാരായണത്തിൻ്റെ അദബുകളുണ്ട്, പഠിക്കാണ്ട്. 1 വുളു ഉണ്ടായിരിക്കുക. 2 കിബിലക്ക് തിരിഞ്ഞിരിക്കുക. ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. വുളു ഉണ്ടായിരിക്കുക, കിബിലക്ക് തിരിഞ്ഞിരിക്കുക. 27 എന്തിനാണ് തജ്വീദ് എന്ന് പറയുന്നത്? ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. വമിൻ ഖൽഫിഹിം. സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്യണം. കാരണം സാക്കിനായ നൂനിനു ശേഷം ഹൽക്കിൻ്റെ അക്ഷരമായ ഖാ വന്നതുകൊണ്ട്. സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്യണം. സാക്കിനായ നൂനിന് ശേഷം ഹൽക്കിൻ്റെ അക്ഷരമായ ഖാ വന്നതുകൊണ്ട്. വറഅദുൻ വബർഖുൻ. തൻവീനിനെ ഇദ്ആമും ബിഉന്ന ചെയ്യണം. കാരണം എന്ത്? തൻവീനു ശേഷം വാവ് വന്നതുകൊണ്ട്. വറഅദുൻ എന്നുള്ളതിൽ ദാലിൻ്റെ മേദയുള്ള തൻവീനു ശേഷം വാവ് വന്നതുകൊണ്ട്. ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ ഏതെല്ലാം? അംസ്,
ഹ ഐന് ഹ ഐന് ഹ. ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ ഏതെല്ലാം? അംസ്, ഹ, ഐന്, ഹ, ഐന്, ഹ. എന്താണ് ഉന്നത്ത്? തരിമൂക്കിൽ നിന്നുള്ള രാഗത്തിനാണ് ഉന്നത്ത് എന്ന് പറയുന്നത്. തരിമൂക്കിൽ നിന്നുള്ള രാഗത്തിനാണ് ഉന്നത്ത് എന്ന് പറയുന്നത്. 32 ഖുർആൻ പാരായണം അവസാനിച്ചാൽ ചൊല്ലണം എന്ത്? ഖുർആൻ ഓത്ത് അവസാനിച്ചാൽ സ്വദഖല്ലാഹുൽ അലീം എന്ന് ചൊല്ലണം. സ്വദഖല്ലാഹുൽ അലീം എന്ന് ചൊല്ലണം. ഖുർആൻ ഓത്ത് അവസാനിച്ചാൽ സ്വദഖല്ലാഹുൽ അലീം എന്ന് ചൊല്ലണം. അടുത്ത ക്വസ്റ്റ്യൻ 33. തജ്വീദ് നിയമങ്ങളിൽ 2 എണ്ണം എഴുതുക. അക്ഷരങ്ങളുടെ മഹ്റജുകൾ, സിഫത്തുകൾ. 2 എണ്ണം എഴുതിയാൽ മതി. മഹ്റജുകൾ, സിഫത്തുകൾ. ഇതോടുകൂടി ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവസാനിക്കുന്നു.